വെടിയുണ്ടകൾക്ക് മറുപടി വെടിയുണ്ടകൾ തന്നെയെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. 15ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്നുള്ള യുവസംഗമം ഹൈദരാബാദ് BJP നേതാവ് മാധവി ലത കൊമ്പേല ഉദ്ഘാടനം ചെയ്തു. 15ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ 3ാം ദിവസത്തെ പൊതുസമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഏതു കടന്നുകയറ്റക്കാരെയും ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു രാജ്യം ഭാരതമെന്ന് അദ്ദേഹം പറഞ്ഞു. പടവാളുമായി വരുന്നവരെ പടവാളുകൊണ്ട് നേരിടും. വെടിയുണ്ടകൾക്ക് മറുപടി വെടിയുണ്ടകൾ തന്നെയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വേണ്ടി വന്നാൽ ബുള്ളറ്റ് വേഴ്സസ് ബുള്ളറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയത് ഷടനോട് ശാഠ്യം. എല്ലാ ഉപായവും നമ്മൾ ശ്രമിക്കും. പറ്റില്ലെങ്കിൽ ആ ഷടൻ ക്ഷണിക്കുന്നവൻ അവരോട് ശാഠ്യത്തിന്റെ ഭാഷയിൽ തന്നെ മറുപടി നൽകുമെന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചടങ്ങിൽ ഹിന്ദുധർമ്മ പരിഷത്ത് ചെയർമാനും ജനം TV MDയുമായ S രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രങ്ങളിലെത്തി മന്ത്രിമാർ ഹൈന്ദവ വിശ്വാസത്തെ കളിയാക്കുന്നു. NSSന്റെ ബോർഡിലിരിക്കുന്നവർ സനാതന ധർമ്മത്തെ കളിയാക്കുന്നു. ജാതി ഭിന്നിപ്പാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ദേവസ്വത്തിന്റെ ഈ ക്ഷേത്രം സനാതന ധർമ്മത്തിന് നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ച അതിൽപ്പെടുന്ന ഒരാൾ, NSSന്റെ ബോർഡിലിരിക്കുന്ന ഒരാൾ സനാതന ധർമ്മത്തെ കളിയാക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്ക് ധൈര്യം വരുന്നത്? എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇതിനെല്ലാം കാരണം നമ്മളുടെ ഈ ജാതി പറഞ്ഞുള്ള ഭിന്നിപ്പാണ്. തുടർന്നുള്ള യുവസംഗമം ഹൈദരാബാദ് BJP നേതാവ് മാധവി ലത കൊമ്പെല്ല ഉദ്ഘാടനം ചെയ്തു. And when the child cell division happens, instead of soft, calm, intellectual chemicals, these hypertensive chemicals go and sit in the cells. Today what we are thinking, children are very intelligent, very active. It is not active and intelligence, it is a hypertension, it is overreactiveness. ചടങ്ങിൽ ചലച്ചിത്ര താരം വിവേക് ഗോവൻ, നഗരസഭാ കൌൺസിലർ VV രാജേഷ്, ഹിന്ദു സമ്മേളനം കൺവീനർ S നന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ആയിരക്കണക്കിന് യുവതീ യുവാക്കളും യുവസംഗമത്തിന്റെ ഭാഗമായി. ജനം, തിരുവനന്തപുരം.